Hello my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വെജ് കട്ട്ലറ്റ്സ് ആണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പോഴൊക്കെയാണ് നമുക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ വന്നേക്കണം. പണ്ട് നമുക്ക് ആകെയുള്ളത് ഒരു ഇന്ത്യൻ കോഫി ഹൗസാണ്. ഇന്ത്യൻ കോഫി ഹൗസ് കട്ട്ലറ്റ്സ് എന്ന് പറഞ്ഞ് ആരും കുറച്ച് കാണണ്ട കേട്ടോ. ഇന്ത്യൻ കോഫി ഹൗസ് കട്ട്ലറ്റ്സ് ഏറ്റവും പോപ്പുലർ ആവാൻ റീസൺ തന്നെ ആ കട്ട്ലറ്റ്സിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അതേ രുചിയിലാണ് ഞാൻ ഇവിടെ കട്ട്ലറ്റ്സ് തയ്യാറാക്കുന്നത്. എന്നാൽ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള വെർഷനിലാണ് ഞാനിവിടെ കട്ട്ലറ്റ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ വരൂ, നമുക്ക് അധികം താമസിക്കാതെ വിഭവത്തിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഈ കട്ട്ലറ്റ്സിന് വേണ്ടി ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു പകുതി സവാള ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ കട്ട്ലറ്റ്സിന് വേണ്ടി ഒരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ കട്ട്ലറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടി അധികം സവാളയുടെ ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ സവാളയും കൂടി നമുക്ക് നന്നായി വഴറ്റി പച്ച മണമൊന്ന് മാറി കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പച്ചമുളകിൻ്റെ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് എടുത്തത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. സാധാ മുളക് പൊടിയാലും ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഈ 3 മസാലകളെ നമ്മൾ ഈ കട്ട്ലറ്റിന് ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന മുമ്പായിട്ട് ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലായിട്ട് മാറ്റിയായിരുന്നു. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇതൊന്ന് നമുക്ക് വഴറ്റി റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് 1 കപ്പ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ ബീട്രൂട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാരറ്റ്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. ഈ ബീട്രൂട്ടും ക്യാരറ്റും നമ്മൾ വെള്ളം ഇട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ മതി. അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശം കൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. നമുക്കപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ഇട്ടേക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് അടുത്തതായിട്ട് 2 പൊട്ടറ്റോ ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങി ഉടച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ ആണ്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ കട്ട്ലറ്റ്സൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ പൊട്ടറ്റോ ഇട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കഴിയുന്നതും ഇല്ലാതെ എടുക്കാൻ ശ്രമിക്കുക. എന്നാലേ നമ്മൾ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ പൊട്ടാതെ കിട്ടത്തുള്ളൂ. ഞാനിങ്ങനെ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കട്ട്ലറ്റ് എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെന്ന്. അതിൻ്റെ റീസൺ ഇതാണ്. നമ്മൾ നന്നായിട്ട് ഈ സമയത്ത് വഴറ്റി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കഴിയുന്നതും ഇല്ലാതെ എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ നമ്മുടെ കട്ട്ലറ്റൊന്നും പൊട്ടത്തില്ല. എന്നിട്ടും കട്ട്ലറ്റ്സ് പൊട്ടും എന്നൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ്. ഇനി അവസാനമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു, കുറവാണ്. അതിൻ്റെ പേരിൽ ഞാൻ കുറച്ചും കൂടി സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിപ്പും കൂടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 ബീൻസും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഈ കട്ട്ലറ്റിന് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അത് വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഈ ബ്രെഡ് ക്രംസ് എങ്ങനെ തയ്യാറാക്കണം എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കട്ട്ലറ്റ് ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഫില്ലിംഗ് കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ഊരിട്ട് എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് കട്ട്ലറ്റ്സ് ഒക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം.
കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ നമുക്ക് കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കണം. ഇതൊക്കെ ബേസിക് ഷേപ്പാണ്. നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടേഴ്സ് പോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലും നമുക്ക് ഇതുപോലെ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി എന്തായാലും ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ കട്ട്ലറ്റ്സ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഗോതമ്പിൻ്റെ പേസ്റ്റ് എടുത്തിട്ടില്ലേ, അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ ഗോതമ്പിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈദ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഈ കട്ട്ലറ്റ്സ് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് ഷേപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. നമുക്ക് ഈ കട്ട്ലറ്റ്സ് ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ ഫ്രീസറിൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാൻ കഴിയും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള കട്ട്ലറ്റ്സും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കട്ട്ലറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴും ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും മീഡിയം ഹീറ്റിൽ വേണം ഇതുപോലെ സ്നാക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്ക് പാകത്തിന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ആയതിനു ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ശരി, ഞാൻ ഇതൊന്ന് പെട്ടെന്നൊന്ന് വറുത്തെടുത്തോട്ടെ. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ കട്ട്ലറ്റ്സ് ഞാൻ 2 സൈഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റി ഞാൻ റെഡിയാക്കി കാണിക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ കട്ട്ലറ്റ്സ് തയ്യാറായിട്ടുണ്ട്. ഇത് വെജ് കട്ട്ലറ്റ്സ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാനുള്ള റെസിപ്പിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ കുറച്ച് ചേരുവ മാത്രം മതി. ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ. അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.